സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ജൂൺ 21, 2026 ശ്ലീഹാക്കാലം 5-ാം ഞായർ. ഭയം കൂടാതെ സാക്ഷ്യം നൽകാൻ. സന്തോഷ് ചുങ്കത്ത്. ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് റോഡരികിൽ തെരുവ് വെളിച്ചം രാവിനെപ്പോലും പകലാക്കിയിരിക്കുന്ന 4 മൂലയിൽ ജീവിച്ച ഒരു കുടുംബം പെട്ടെന്നൊരു കാടിന്റെ സമീപത്തേക്ക് പറിച്ചു മാറ്റപ്പെട്ടു. അതുവരെ അത്ര ശീലമില്ലാത്ത പുഴയരികെ പകൽ പോലും മരങ്ങൾ നിഴൽ വീഴ്ത്തി വഴി മറച്ചു നിൽക്കുന്ന നാട്ടുവഴി, അതും താണ്ടി ചെന്നാൽ പെരുവരമ്പ്, അത് പിന്നെയും ശോഷിച്ച് ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന ചെറുവരമ്പാകും. കൈതക്കാടുകൾ നിറഞ്ഞ വെട്ടുവഴികൾ, പകലും ഇരുട്ടിയാലെന്ന പോലെ ഇഴജന്തുക്കളുള്ള കുണ്ടനിടവഴികൾ, പരിചയമില്ലാത്ത അയൽക്കാരും നാട്ടുകാരും, മെരുവിനെയും മരപ്പട്ടിയെയും എന്തിന് പെരിച്ചാഴിയെ വരെ ഒത്തുകിട്ടിയാൽ കൊന്നു തിന്നുന്ന മനുഷ്യർ. മുതിർന്നവരെല്ലാം ഇതിനകം സ്കൂൾ കാലം കഴിഞ്ഞിരുന്നതുകൊണ്ട് ഏറെക്കുറെ ഏകാന്തമായ സ്കൂൾ വരത്തുപോക്കുകൾ. ഇളയവരായ 2 പേർക്കും അമ്മയുടെ നിർദ്ദേശങ്ങളുണ്ട്. ഇടം വലം തിരിയാതെ നടക്കണം, പരിചയമില്ലാത്തവരോട് മിണ്ടാൻ നിൽക്കരുത്, ആരെങ്കിലും എന്തെങ്കിലും തിന്നാൻ തന്നാൽ കഴിക്കരുത്, കൈതക്കാടിന്റെ അടുത്തെത്തുമ്പോൾ കാല് മണ്ണിൽ അമർത്തി ചവിട്ടി നടക്കണം, കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ ഇഴജന്തുക്കൾ അകന്നു മാറിപ്പൊക്കോളും, ഉപ്പനോ കീരിയോ അവിടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട, അവയുള്ളിടത്ത് പാമ്പുകൾ കാണില്ല, പേടി തോന്നുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. ഉടയോൻ അമ്മമാരേക്കാൾ കരുതലോടെ തൻ്റെ പ്രിയപ്പെട്ടവരെ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞയക്കുന്നതാണ് ഇത്തവണത്തെ ധ്യാന വിഷയം. കല്ലും മുള്ളും പ്രതിസന്ധികളും നിറഞ്ഞ വഴിയിലേക്കാണ് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടുന്നതെന്ന ആമുഖത്തോടെ തന്നെയാണ് അവൻ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് ശിഷ്യരെ തയ്യാറാക്കി വിടുന്നത്. മോഹന വാഗ്ദാനങ്ങളോ വിൺവാക്കുകളോ ഇല്ല. കരുതി നടന്നോളൂ എന്നത് തന്നെയാണ് ആമുഖവാക്യം. സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും. ബൈബിളിൽ സർപ്പങ്ങൾക്ക് അത്ര നല്ല പേരല്ലല്ലോ ഉള്ളത്. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തിന്റെ കഥ പറയാം മേനിയായി, അത്രമാത്രം. പാമ്പുകൾക്കുള്ള അനേകം പ്രത്യേകതകളിൽ ശ്രദ്ധേയമായത് ഇതുതന്നെയാണ്: വിവേകം. ജന്മസിദ്ധമാകാം. പാമ്പുകൾ അപകടം കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്നവയാണ്. പകവെച്ചു വഴിയിൽ കാത്തുകിടന്ന് പ്രതികാരം തീർക്കുന്ന പാമ്പുകൾ അമർചിത്ര കഥകളിലേ കാണും. അവ അപകടം കാണുമ്പോൾ ഒഴിഞ്ഞു പോകുന്നു. നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമേ അവ പ്രതിരോധം തീർക്കുന്നുള്ളൂ. നമ്മൾ ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം നമ്മെ ദ്വേഷിക്കും. നീ മുന്നോട്ട് നടക്കുക, ലോകം കഠിനമാണ്, കരുതലോടെ ഇരിക്കുക. ലോകത്തിൻ്റെതല്ലാത്തതിനാലാണ് ലോകം നമ്മെ ദ്വേഷിക്കുന്നത്. അവിടെ വിവേകികളായി പെരുമാറുക. പ്രാവുകൾക്ക് സമമായ നിഷ്കളങ്കതയും സർപ്പസമാനമായ വിവേകവും സുവിശേഷകന് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളിൽ ഒന്നായ വിവേകത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടാനും തങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട ശിശു സമാനമായ നിഷ്കളങ്കതയിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ കലർപ്പില്ലാതെ വ്യാപരിക്കാനുമാണ് സാധകൻ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ചെന്നായ്ക്കൾക്കിടയിൽ ചെമ്മരിയാടുകളെ പോലെ ക്രൈസ്തവ ജീവിതം സംഘർഷങ്ങൾക്കിടയിലും സാക്ഷ്യത്തിന്റെ ജീവിതത്തിനുള്ള വിളിയാണ്. ഇവിടെയാണ് പ്രോസ്പെരിറ്റി സുവിശേഷകന്മാർക്ക് തെറ്റുപറ്റുന്നത്. ലോകത്തിന്റെ എല്ലാ സവിശേഷ സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള മുറവിളികൾ മാത്രമായി നമ്മുടെ പ്രാർത്ഥനകളും കൂട്ടായ്മകളും മാറുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു വചനം കാതുകളിൽ മുഴങ്ങണം: എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഓരോരുത്തരും വഹിക്കാനുള്ള ജീവിതഭാരം ഇല്ലാതാക്കാനല്ല, മറിച്ച് അവയ്ക്ക് താങ്ങാകുവാനാണ് വചനം നമുക്ക് ചാരയുള്ളത്. ജീവിതത്തെ അതിൻ്റെ സകല ഭംഗികളോടും ഭംഗിക്കുറവുകളോടും കൂടി സ്വീകരിക്കാൻ ദുഃഖത്തിന്റെ പാനപാത്രം അവൻ അനുവദിച്ചാലും അതുയർത്തി ഹാലേലൂയ പാടാനുള്ള ക്ഷണമാണ് ക്രൈസ്തവ ജീവിതം. അത്
ജീവിതത്തെ നിഷേധിക്കുകയല്ല, കൃതജ്ഞതയോടെ ശിരസ്സു കുനിച്ച് ആദരവോടെ അതിനെ സ്വീകരിക്കാൻ പഠിപ്പിക്കുകയാണ്. സഹനം ശിഷ്യത്വത്തിൻ്റെ അടയാളം. എൻ്റെ പാനപാത്രം കുടിക്കാൻ അവർക്ക് കഴിയുമോ എന്ന ചോദ്യം സെബദിപുത്രന്മാരുടെ അമ്മയോട് മാത്രമല്ല, നമ്മളോടും കൂടിയാണ്. സഹനങ്ങളെ ക്രിസ്തു സ്വീകരിച്ചതുപോലെ കുലീനതയോടെ സ്വീകരിക്കാനുള്ള വരം കൂടിയാണ് ശിഷ്യത്വം. 12 അപ്പോസ്തലന്മാരും അവരുടെ പിൻഗാമികളും തങ്ങളുടെ വിശ്വാസത്തിനു മേൽ ജീവരക്തം കൊണ്ടാണ് തുല്യം ചാർത്തിയത്. മ്യാൻമറിലെ മണ്ടാലെ അതിരൂപതയിലെ പുരോഹിതനായിരുന്ന ഫാദർ ഡൊണാൾഡ് മാർട്ടിൻ തൻ്റെ ഇടവകപ്പള്ളിയുടെ മുൻപിൽ വെച്ചാണ് സായുധരായ മതഭ്രാന്തന്മാരുടെ കത്തിക്കിരയായത്. മുട്ടുകുത്തി തൻ്റെ ജീവനു വേണ്ടി യാചിക്കാൻ അക്രമികൾ ആക്രോശിച്ചപ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലല്ലാതെ ഞാൻ മുട്ടുമടക്കുകയില്ല എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു. അവർ അപ്പോസ്തലന്മാരെ അകത്തു വിളിച്ചു പ്രഹരിച്ച ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാവട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. സുഡാനിലും മറ്റനേകം രാജ്യങ്ങളിലും കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് ഐക്യപ്പെടാനും പീഡിപ്പിക്കപ്പെടുന്ന സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട് ഭയന്നിരിക്കുന്ന തൻ്റെ കൂട്ടുകാരോട് അവൻ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയപ്പെടരുത് എന്ന വാക്ക് ഈ സുവിശേഷ ഭാഗത്ത് 3 തവണയാണ് ക്രിസ്തു ഉപയോഗിച്ചിട്ടുള്ളത്. തൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം അവൻ ഇപ്പോഴും ഒരേ കാര്യം ആവർത്തിച്ചു: ഭയമരുത്. കാരണം ഭയക്കുന്നവൻ ജീവിക്കുന്നത് സ്വാതന്ത്ര്യത്തിലല്ല. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മളെ സ്വതന്ത്രരാക്കാനും ദൈവപുത്രരാക്കാനുമാണ്. ഭയം സത്യത്തിന് സാക്ഷ്യം നൽകുന്നതിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്നു. ഭയം സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണ്. ഭയം പിശാചിൻ്റെ വലയാണ്. അതിനെ ഭേദിച്ച് കടന്നാൽ പിന്നെ മനുഷ്യൻ സ്വാതന്ത്ര്യ സ്വർഗത്തിലാണെന്ന് അവനോളം മനസ്സിലാക്കിയവർ മറ്റാരുമില്ല. സഹനപർവത്തിന് ശേഷം മഹത്വം, പീഡനങ്ങൾക്ക് ശേഷം പരിപാലനം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നാണയമാറ്റക്കാരുടെ മേശയിലെ കുരുവികളിൽ ഒന്നുപോലും പിതാവറിയാതെ വീണു പോകുന്നില്ല. എല്ലാം അവൻ്റെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. സർവവും അവനാണ് പരിപാലിക്കുന്നതെങ്കിൽ ഞാൻ ഭയക്കുന്നതെന്തിനാണ്? കുരുവികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നമ്മൾ. നിങ്ങളുടെ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിട്ടുണ്ട്. എല്ലാം അപ്പൻ അറിയുന്നുണ്ട്. ഡു നോട്ട് വറി, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ആത്മാവാണ് ഇനി എനിക്കും നിനക്കും വേണ്ടി സംസാരിക്കാൻ പോകുന്നത്. അവൻ വാഗ്ദാനം ചെയ്തതുപോലെ സഹായകൻ വരും, നമ്മെ സമാധാനത്തിൻ്റെ തീരത്തേക്ക് നയിക്കും. ഒരു പട്ടണത്തിൽ അവൻ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. ഓഫ് ഗോഡ്സ് ആൻഡ് മെൻ എന്നൊരു സുപ്രസിദ്ധമായ ഫ്രഞ്ച് ചലച്ചിത്രമുണ്ട്. അൾജീരിയയിലെ മതമർദ്ദനകാലത്ത് തിബിരയിലെ ട്രാപ്പിസ്റ്റ് സന്യാസിമാരുടെ രക്തസാക്ഷിത്വം വിവരിക്കുന്ന മനോഹരമായ സിനിമ. ഭീകരർ പല തവണ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്: അവിടം വിട്ടുപോകുക അല്ലെങ്കിൽ മരിക്കുക. സന്യാസിമാർക്കിടയിൽ തന്നെ മരണഭയം കൂടുമ്പോൾ അവർ പരസ്പരം തർക്കിക്കുകയും ചെയ്യുന്നു. അവിടെ നിൽക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് വിശ്വസിക്കുന്ന ചിലരും ആ കൂട്ടത്തിലുണ്ട്. സന്യാസ ശ്രേഷ്ഠൻ എന്നാൽ അവരെ തിരുത്തുന്നു. അവർക്ക് ആ സ്ഥലം വിട്ടുപോകാൻ വചനം വരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ദരിദ്രരായ മനുഷ്യരുടെ അവസാനത്തെ പ്രതീക്ഷയും ആശ്രയവും തങ്ങളാണ് എന്ന തിരിച്ചറിവ് അവരെ അവിടെ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നു. വിശ്വാസത്തെ പ്രതി, പരസ്നേഹത്തെ പ്രതി അവരവിടെ തന്നെ നിന്നു. ഓഫ് ഗോഡ്സ് ആൻഡ് മെൻ മറ്റൊരർത്ഥത്തിൽ ദൈവത്തെ പ്രതി മനുഷ്യരോടൊപ്പം. സഭ അവരെ അൾജീരിയയിലെ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷികളാക്കി ആദരിക്കുന്നു.
വിശ്വാസത്തെയും പരസ്നേഹത്തെയും പ്രതിയാണ് അവർ മരണം വരിച്ചത്. ക്രിസ്ത്യാനിയുടെ സുവിശേഷ പ്രഘോഷകന്റെ ജീവിതം അറപ്പുരയിലെ ഗോതമ്പ് മണിയുടേതല്ല. മനോഹരമായ അറപ്പുരയുടെ സുരക്ഷിതത്വമല്ല, അധ്വാനത്തിന്റെ വയൽപ്പരപ്പിലാണ് അത് പൂർണ്ണമാകുന്നത്. അത് വയലിലെ മണ്ണിലാണ് ഫലം നേടുന്നത്. ചോദ്യം എനിക്കിവിടം എത്ര സുരക്ഷിതമാണ് എന്നതല്ല, എന്നോട് നാഥൻ ഇവിടെ എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് എന്നതാണ്. അത് സത്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നതാണ്. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി നൽകുക എന്നതാണ്. പരിധികളില്ലാതെ സ്നേഹിക്കുക എന്നതാണ്. പ്രിയ സുഹൃത്ത് കുറിച്ചതുപോലെ എല്ലാ കാലങ്ങളും ഒരുപോലെ ആയിരിക്കുമെന്ന് അവൻ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ എല്ലാ കാലത്തും കൂടെയുണ്ടാകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റെന്ത് വേണം നമുക്ക്?